തിരുവമ്പാടി വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിനിടെ അതിക്രമം നടത്തിയ പരാതിയിൽ ഇപ്പോൾ KCB ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രതിയായ അജ്മലിന്റെ മാതാവിന്റെ പരാതിയിലാണ് കേസെടുത്തത്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യം അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഇർഫാൻ ഇബ്രാഹിം സേഠുണ്ട് നമുക്കൊപ്പം. ഇർഫാൻ, അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഇതാ വെളിച്ചം പടരാൻ പോകുന്നു ആ വീട്ടിലേക്ക് വീണ്ടും, അല്ലേ? സേതുലക്ഷ്മി, തീർച്ചയായിട്ടും ഇവിടെ KCB ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും അയൽവാസികളും ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിൽ തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കും. പോലീസ് സംരക്ഷണയിൽ തന്നെയാണ് ഈ KCB ഉദ്യോഗസ്ഥർ എത്തിയിട്ടുള്ളത്. കാരണം പോലീസ് സ്റ്റേഷൻ തൊട്ട് പിറകിലായി കാണുന്ന വീട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ആ സംരക്ഷണം KCB ഉദ്യോഗസ്ഥർക്ക്, ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഫ്യൂസ് ഊരാൻ വന്ന 2 KCB തൊഴിലാളികൾക്കെതിരെ, ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു ഈ KCB ഉദ്യോഗസ്ഥർക്ക്, ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക് എല്ലാവർക്കും സുരക്ഷ പൂർണ്ണമായും സുരക്ഷ നൽകണം, സുരക്ഷ ഒരുക്കണം എന്നുള്ള കാര്യവും ആ ഒരൊറ്റ മാനദണ്ഡത്തിലായ ഒറ്റ ആ ഒരു ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ ഒരു ഒറ്റ നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ലൈൻമാൻ KCB ജീവനക്കാർ ഇപ്പോൾ അല്പസമയത്തിൽ തന്നെ പോസ്റ്റിൽ കയറി ആ ഫ്യൂസ് തിരിച്ച് കെട്ടുന്നൊരു നടപടിയിലേക്ക് കടക്കും. ആ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിന് നേരത്തെ സേതുലക്ഷ്മി സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. മന്ത്രി നൽകിയ ഒരു ആവശ്യം, മന്ത്രിയുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു KCB ജീവനക്കാർക്ക് സുരക്ഷ ഒരുക്കണം എന്നുള്ളത്. കാരണം ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു നിലപാടുമായി കേരളത്തിലെ മറ്റ് ആരെങ്കിലും പോയാൽ അത് KCB ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് തടസ്സം വരുന്നൊരു രീതിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരൊറ്റ ഉപാധിയുടെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ ഈ വൈദ്യുതിബന്ധം പുനഃസ്ഥാപിക്കുന്നത്. ഈ എത്തുന്ന ജീവനക്കാർക്ക്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജീവനക്കാർക്ക് പൂർണ്ണമായും അവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്ന ഒരൊറ്റ നിബന്ധന മാത്രമാണ് മന്ത്രിയും KCB ഉദ്യോഗസ്ഥരും ചെയർമാൻ ഉൾപ്പെടെയുള്ള KCBയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളും പോലീസും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും മുന്നോട്ട് വെച്ചത്. ഒരൊറ്റ നിബന്ധന മാത്രമാണ് ഉള്ളത്. മറ്റുപാധികളൊന്നുമില്ല. ഈ വരുന്ന ജീവനക്കാർക്ക് സുരക്ഷ കൃത്യമായി ഒരുക്കണം. പ്രതിഷേധം കനക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രതിഷേധം അതിര് കടക്കരുത്. ആ ജീവനക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന നിലയിൽ പ്രതിഷേധം കടക്കരുത് എന്ന ഒരു ഉപാധി മാത്രമാണ് ഈ കുടുംബത്തിന് മുന്നിൽ വെച്ചത്. ഈ കുടുംബം ഇത് അംഗീകരിച്ചിരുന്നു. നേരത്തെ സത്യവാങ്മൂലം എഴുതി നൽകണം എന്നൊരാവശ്യം റവന്യൂ ഉദ്യോഗസ്ഥർ, തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി കുടുംബത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന് കഴിയില്ല എന്ന് കൃത്യമായ നിലപാട് ആ കുടുംബം എടുത്തിരുന്നു. അതോടുകൂടിയാണ് ഈ ഒരു ആവശ്യത്തിൽ നിന്ന് കുടുംബത്തോടുള്ള ഈ ഒരു ആവശ്യത്തിൽ നിന്ന് KCBയും റവന്യൂ ഉദ്യോഗസ്ഥരും പിന്മാറിയത്. ഇത് സംബന്ധിച്ച് മറ്റു ഒരു ബാധകളുമില്ല. ഈ കയറുന്ന ഈ ജീവനക്കാർ അവർക്ക് സുരക്ഷ ഒരുക്കണം എന്ന് മാത്രമാണ് ആ ഉറപ്പ് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ ആ വെളിച്ചം വരുന്ന ആ ഒരു സാഹചര്യം പോരാട്ടത്തിൻ വിജയം
ഉറപ്പുമില്ല കുറുപ്പുമില്ല KSCB മുട്ടുമടക്കി കൃഷ്ണൻകുട്ടി മുട്ടുമടക്കി വിനോദ് പ്രഭാകരൻ മുട്ടുമടക്കി വിനോദ് പ്രഭാകരൻ മുട്ടുമടക്കി യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് പോരാട്ടത്തിൻ വിജയമിത് പോരാട്ടത്തിൻ വിജയമിത് ഉറപ്പുമില്ല കുറുപ്പുമില്ല ഉറപ്പുമില്ല കുറുപ്പുമില്ല കണ്ടോ കണ്ടോ കണ്ടോളെ കണ്ടോ കണ്ടോ കണ്ടോളെ ഇപ്പം കത്തും ഇലക്ട്രിസിറ്റി ഇപ്പം കത്തും ഇലക്ട്രിസിറ്റി മുട്ടുമടക്കി 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 KSCB സേതുലക്ഷ്മി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ കേരള സർക്കാർ പ്രതിഷേധക്കാർ ആ ഒരു അനുമോദന മുദ്രാവാക്യം അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിലുള്ള മുദ്രാവാക്യം, ആ സമരം വിജയിച്ചിട്ടുള്ള മുദ്രാവാക്യം മുഴക്കുകയാണ്. KSCB ഉദ്യോഗസ്ഥർ, ജീവനക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്. പോലീസിന്റെ സംരക്ഷണയിൽ അവർ ഫ്യൂസ് കെട്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. KSCB മുട്ടുമടക്കി പോരാട്ടത്തിൻ വിജയമിത് പോരാട്ടത്തിൻ വിജയമിത് യൂസൂരി കൊണ്ടുപോകും യൂസൂരി കൊണ്ടുപോകാൻ ഈ മണ്ണിത് UP അല്ല. ഇർഫാൻ, ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു അല്ലേ? ഇത് കേരളം പോരാട്ടത്തിൻ ആ ഭൂമിക. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചതിന് ശേഷം മാത്രമേ ഈ നല്ല, ഞാൻ സൂചിപ്പിച്ചാൽ നല്ല മഴയുണ്ട്, അവരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ജീവനക്കാരൻ ആ പോസ്റ്റിലുണ്ട്. ഇപ്പോൾ ഒരല്പസമയത്തിനുള്ളിൽ തന്നെ വൈദ്യുതി ബന്ധം അവർക്ക് ആ വീട്ടിലേക്ക് ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ഫ്യൂസ് തിരിച്ച് കിട്ടുന്ന ആ ലൈൻ, കട്ട് ചെയ്ത ലൈൻ തിരിച്ച് കെട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. ഏതായാലും പ്രതിഷേധക്കാർ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ തന്നെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ KSCBയും ഈ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്ന് നമുക്ക് പറയാൻ കഴിയും. നേരത്തെ സൂചിപ്പിച്ച ഒരു മറ്റൊരു കാര്യമുണ്ട്. ഈ സുരക്ഷയോട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പൊതുജനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഈ സമാനമായ രൂപത്തിൽ ഏതെങ്കിലും നിലയിൽ KSCB ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ KSCB ജീവനക്കാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ആ സുരക്ഷാ കാര്യം, ഒരു സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരൊറ്റ ഉപാധി മാത്രം വെച്ചുകൊണ്ട് മന്ത്രി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയത്. കളക്ടർ മുഖേന ഈ തീരുമാനം തഹസിൽദാർ കുടുംബത്തെ അറിയിച്ചിരുന്നു. കളക്ടറുടെ തീരുമാനം, മന്ത്രി നൽകിയ ഒരു നിർദ്ദേശം കളക്ടർ തഹസിൽദാർ മുഖേന ഈ കുടുംബത്തെ അറിയിച്ചു. ഇപ്പോൾ ആ ജീവനക്കാരൻ ഫ്യൂസ് കെട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിപ്പോൾ ഫ്യൂസ് വെക്കും അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നൽകും. അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പരിശോധനയ്ക്ക് ശേഷം വൈദ്യുതി നൽകുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം ഫ്യൂസ് കെട്ടുവാൻ വേണ്ടി, ആ ലൈനിലേക്കുള്ള ഫ്യൂസ് കെട്ടുവാൻ വേണ്ടി അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി ആ ജീവനക്കാരൻ അതിലേക്ക് ലഭിക്കുന്നുണ്ട്, ആ വൈദ്യുതി ആ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റിൽ നിന്നും ഇറങ്ങുകയാണ്. ഇപ്പോൾ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ഫ്യൂസിൽ അദ്ദേഹം അതിൻ്റെ ആ ഒരു കണക്ഷൻ നൽകും. അതോടുകൂടി ആ വീട്ടിൽ വെളിച്ചം വരും, കടന്നു വരും. നേരത്തെ സൂചിപ്പിച്ച ഇരുട്ടിലായ ഇരുട്ടിലായ കുടുംബം, ആ വീടും വെളിച്ചത്തിൻ്റെ ആ ഒരു പ്രഭയിൽ ശോഭിക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാരായ പ്രതിഷേധക്കാരും അതോടൊപ്പം തന്നെ ജനകീയ സമരസമിതിയും നാട്ടുകാരും ചേർന്ന്, അയൽവാസികളും ചേർന്ന് ഇത്തരത്തിൽ ഇടപെട്ടിയ ആളുകൾക്ക് അഭിവാദ്യ പ്രകടനം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ്. KSCBയും വൈദ്യുതി മന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ, KSCBയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുട്ടുമടക്കി എന്നൊരു മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇവിടെ മുഴങ്ങി കേൾക്കുന്നത്. ഏതായാലും ഇവരുടെ സമരം ഏത് രീതിയിലുള്ളതാണ് എങ്കിൽ പോലും അത് വിജയം കണ്ടു. അവർ ഉദ്ദേശിച്ച ആ ഒരു വിജയം ആ സമരത്തിനുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവരുടെ സുരക്ഷ പൂർണ്ണമായും പോലീസ് സംരക്ഷണയിൽ തന്നെയാണ് ജീവനക്കാർ നടക്കുന്നത്. ആ ഫ്യൂസ് കെട്ടുവാൻ വേണ്ടിയിട്ട് അവർക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വീട്ടിലെത്തി ഈ ഫ്യൂസ് അവർ തിരിച്ച് കണക്ട് ചെയ്യുന്നതോടുകൂടി
ഇപ്പോൾ ആ വീട്ടിൽ വൈദ്യുതി തിരിച്ച് ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ആളുകൾ ജീവനക്കാർ അവിടെയുള്ള കണക്ഷൻ നൽകിയിട്ട് തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ വീട്ടിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വീട്ടിലേക്ക് ഫ്യൂസ് കുത്തി ആ വെളിച്ചം അവർക്ക് നൽകും. ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കും. ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ KCB തിരുവമ്പാടി സെഷൻ ഓഫീസ് ആക്രമണത്തിന് പിന്നാലെ പ്രതി അജ്മലിന്റെ വീട്ടിലെ കണക്ഷൻ വിച്ഛേദിച്ചത് KCB പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഫ്യൂസ് കെട്ടുന്ന നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയി അവരൂരിയ ഫ്യൂസ് തിരികെ വയ്ക്കുന്നതോടുകൂടി ആ വീട്ടിൽ ഇരുട്ടുമൂടിയ ആ വീട്ടിൽ ഇനി വെളിച്ചം വീണ്ടും ലഭിക്കും. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെത്തി അവിടെ ഫ്യൂസ് കറണ്ട് വരുന്നതിനുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് അവിടെ നിന്ന് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കേരളത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു കേട്ടുകേഴ്വി ഇല്ലാത്തൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ KCBയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യൂത്ത് കോൺഗ്രസ് നടത്തിയ ഐതിഹാസികമായ ഈ പോരാട്ടം, ഈ ജനാധിപത്യ പോരാട്ടം, ഈ നിരനിഷേധമുള്ള പോരാട്ടം ഉറപ്പുകളില്ലാതെ ഞങ്ങൾ ഇനി നമ്മൾ നിരാഹാര സമരം വിജയിച്ചിരിക്കുന്നു. ഉറപ്പ് വേണം. എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രദേശവാസികൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിനെ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഫലം കണ്ടു എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ അവർ മുടക്കുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. ഉറപ്പാക്കിയിട്ടുണ്ട്, ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടല്ലേ? ജീവനക്കാരുടെ സുരക്ഷ നമ്മൾ ബാധിച്ചില്ല. അവരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അവര് വളരെ ഏതായാലും ഇവരുടെ സമരം വിജയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ആ വീട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഫ്യൂസ് കുത്തും. ഈ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ട വീട്ടിൽ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചിട്ട് ഇപ്പോൾ KCB ജീവനക്കാർ തിരിച്ച് അങ്ങോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ ആ വീട്ടിൽ ഇപ്പോൾ ഫ്യൂസ് കുത്തും. അതോടുകൂടി ആ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഇരുട്ടിൽ തന്നെയാണ്, ഇപ്പോഴും ആ കുടുംബം ഇരുട്ടിൽ തന്നെയാണ്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ എത്തി ആ ഒരു ഫ്യൂസ് കുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ ആളുകളെല്ലാം ഈ സമരക്കാരും പ്രതിഷേധക്കാരെല്ലാം ഈ വീടിന് മുന്നിൽ തടിച്ചുകൊണ്ടുണ്ട്. അയൽവാസികളുണ്ട്. അതോടൊപ്പം തന്നെ അയൽവാസികളും മറ്റ് ആളുകളെല്ലാം തന്നെയുണ്ട്. ആ ഒരു പിതാവിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്താണ് തോന്നുന്നത്? എന്താണ് വലിയൊരു സന്തോഷം? സമരം വിജയം കണ്ടുന്നില്ലേ മനസ്സിലാക്കാം? ഇനി 2 ദിവസമായിട്ട് കറണ്ട് വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ഈ അവസ്ഥ ആർക്കും ഉണ്ടാകാൻ പാടില്ല. കേരളത്തിലാർക്കും ഉണ്ടാകാൻ പാടില്ല, ഇന്ത്യയിലെ പാടില്ല. ഓക്കെ, പറയാം. ഈ നാട് മുഴുവൻ അങ്ങയുടെ കുടുംബത്തിന്റെ കൂടെ നിന്നു തന്നെയല്ലേ? അവരുടെ സമരത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ വിജയം തന്നെയല്ലേ ഈ ഒരു നടപടി? കേട്ടില്ല. ഈ ഒരു നാട് മുഴുവൻ അങ്ങയുടെ കുടുംബത്തിന്റെ കൂടെ എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരോടും ഏതായാലും എല്ലാ ആളുകളോടും നന്ദിയുണ്ട് എന്ന ഒരു നന്ദി പ്രകടനം മാത്രമാണ് ഇപ്പോൾ ഈ കുടുംബം പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അജ്മലിൻ്റെ പിതാവ് റസാഖ് പങ്കുവെക്കുന്നത്. വലിയ ഒരു സമരത്തിൻ്റെ വിജയം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇർഫാൻ, ഒരു വലിയൊരു സമരത്തിന്റെ വിജയം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതും. ഇനി ആർക്കും ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടാവരുത്, ഇത്തരത്തിലൊരു ഗതി എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എനിക്ക് നേരെ ഉണ്ടായ ഒരു സംഭവം അത് മറ്റൊരാൾക്കും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒപ്പം കൂടെ നിന്ന നാട്ടുകാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ അദ്ദേഹം നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇരുട്ട് മൂടിക്കിടന്ന ആ കുടുംബത്തിലേക്ക് ഇനിതേ വെളിച്ചമെത്താൻ നിമിഷങ്ങളുടെ ഒരു കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലേ ഇർഫാൻ?
തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി, കേരളം മുഴുവൻ ഈ ഒരു വീട്ടിലേക്ക് കണ്ണ് നട്ട് കാതോർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ രാവിലെ മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നുണ്ട്. കാരണം അത്രയേറെ ആളുകൾ ഈ വാർത്ത ഇതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കൃത്യമായ വാർത്തകൾ നമ്മൾ നൽകുന്നുണ്ടായിരുന്നു. അതിൻ്റെ സമര വിജയമാണ് ഇപ്പോൾ ഇവിടെ സമരത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ആ ഒരു വെളിച്ചം കടന്നു വരും, വീട്ടിലേക്ക് വെളിച്ചം കടന്നു വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും പറയാനും കഴിയുക. എങ്കിൽ തന്നെയും അജ്മൽ ഇവിടെ ഇല്ലാത്ത ഈ ഒരു സമര പോരാട്ടത്തിന്റെ വിജയം കാണാൻ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നീണ്ട പോരാട്ടം ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. ഒരു കുടുംബത്തിന്റെ പോരാട്ടം, ഒരു നാടിന്റെ പോരാട്ടം ഇതാ ഫലം കണ്ടിരിക്കുന്നു. ആ വീട്ടിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇരുട്ടുമൂടി ആ വീട്ടിൽ ഇതാ വെളിച്ചം വന്നിരിക്കുന്നു. ഇർഫാൻ, ഏതായാലും ഇരുട്ടുമൂടിയ ആ ഒരു വീട്ടിലേക്ക് വൈദ്യുതി കടന്നു വന്ന ഒരു സാഹചര്യമുണ്ട്. ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ അകത്ത് ലൈറ്റ് ഉണ്ട്. ആ ഒരു ആളുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ലൈറ്റ് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ തന്നെ ആ ഒരു വെളിച്ചം ഈ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഏതായാലും അവരെ സമരത്തിൻ്റെ ഒരു പോരാട്ട വിജയം തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ സമര വിജയത്തിനൊടുവിൽ, പോരാട്ടത്തിനൊടുവിൽ ഇവിടേക്ക് വൈദ്യുതി. ശരി, എന്താണെങ്കിലും KCB തിരുവമ്പാടി സെഷൻ ഓഫീസ് ആക്രമണത്തിന് പിന്നാലെ പ്രതി അജ്മലിന്റെ വീട്ടിലെ കണക്ഷൻ വിച്ഛേദിച്ച സംഭവം ഒടുവിൽ ആ വീട്ടിലേക്ക് വീണ്ടും വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. KCB മന്ത്രി നൽകിയ ഉറപ്പ്, കളക്ടർ നൽകിയ ഉറപ്പ്, തഹസിൽദാർ നൽകിയ ഉറപ്പ് ഒക്കെ ഇതാ പ്രാവർത്തികമായിരിക്കുന്നു. അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കുടുംബത്തിന്റെ പോരാട്ടം രാവിലെ മുതൽ ഈ ഞായറാഴ്ച ദിവസം രാവിലെ മുതൽ മലയാളികൾ കണ്ട ഒരു വാർത്ത, മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വാർത്ത, മലയാളികൾ ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കണ്ട ഒരു വാർത്ത. അങ്ങനെ കേട്ടുകേഴ്വിയില്ലാതിരുന്ന ഒരു KCBയുടെ പ്രതികാര നടപടി അതിപ്പോ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് മാറിയിരിക്കുന്നു. ആ ഒരു കുടുംബത്തിലേക്ക്, ഇരുട്ടുവീണ കുടുംബത്തിലേക്ക് വെളിച്ചം വന്നിരിക്കുന്നു. എന്താണെങ്കിലും ആ വീട്ടിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ, അതിനുശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താണെങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ ഗൃഹനാഥൻ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെയാണ്. ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. എന്താണെങ്കിലും ഒരു കുടുംബത്തിന്റെ പോരാട്ടം വിജയം കണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസുകാർക്കും ആശ്വസിക്കാം. ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇർഫാൻ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് ആ ഗൃഹനാഥന്റെ ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ളത്, ഇനി അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാണോ? അദ്ദേഹം വളരെയധികം അവശനാണ്, ക്ഷീണിതനാണ്. ഇനിയും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടി പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് രീതി എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. കാരണം അത്രയേറെ അവശനാണ്. ആ പ്രതിഷേധം എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രതിഷേധത്തിന്റെ ഫലം കണ്ടു. അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹം എല്ലാ ആളുകൾക്കും, തൻ്റെ കുടുംബത്തോടൊപ്പം നിന്ന ഈ പോരാട്ടത്തിലിരുന്ന എല്ലാ ആളുകൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ അവശനാണ് അദ്ദേഹം. ആ ഒരു സമര പോരാട്ടത്തിൽ, ആ സന്തോഷത്തിൽ ഏതായാലും കേരളം ഒരുമിച്ച് മുഴുവൻ പങ്കുചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ ഉപാധി മാത്രമേ മന്ത്രിയും മറ്റ്. ശരി ഇർഫാൻ, എന്താണെങ്കിലും രാവിലെ മുതൽ ഇർഫാനും ഈ വാർത്ത തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വാർത്ത തന്നെയാണ്. അതിപ്പോൾ എന്താണെങ്കിലും ഫലം കണ്ടിരിക്കുന്നു. ആ വാർത്ത ഫലം കണ്ടതിൽ ഇർഫാനും എന്താണെങ്കിലും സന്തോഷിക്കാം, അഭിമാനിക്കാം. എന്താണെങ്കിലും ഒരു കുടുംബത്തിന്റെ പോരാട്ടം, ഒരു നാടിന്റെ പോരാട്ടം, ഒന്നിച്ച് നിന്നുള്ള ഒരു പോരാട്ടം, അത് ഫലം കണ്ടിരിക്കുന്നു. കോഴിക്കോട് നിന്ന് ഇർഫാൻ ഇബ്രാഹിം സേട്ടൻ നൽകിയത്. അങ്ങനെ തിരുവമ്പാടി KCB സെക്ഷൻ ഓഫീസിന്റെ ആ ഒരു പ്രതികാര നടപടി, അത് വൈദ്യുതി പുനഃസ്ഥാപിച്ചതിലൂടെ മാറിയിരിക്കുന്നു ആ ഒരു പ്രശ്നം.